ഇന്ന് നമുക്ക് റീസ്റ്റോറേഷൻ വീഡിയോ ചെയ്യാൻ പറ്റിയ സാധനങ്ങളൊക്കെ തപ്പി സ്ക്രാപ്പ് ചെന്നപ്പോൾ അവിടെ നിന്ന് ഒരു കുഞ്ഞ് ടോയ് കാറും കിട്ടി. പിന്നെ ഡ്രസ്സിലെ ചുളിവുകളൊക്കെ മാറ്റാൻ ഉപയോഗിക്കുന്ന ഒരു ക്ലോത്ത് സ്റ്റീമറും കിട്ടി. ആദ്യം നമുക്ക് ഈ സ്റ്റീമർ റെഡിയാക്കാൻ പറ്റുമെന്ന് നോക്കാം. ഇത് ഫുൾ ഡാമേജ് ആയ അവസ്ഥയിലാണ് കിട്ടിയത്. ഇതിന്റെ രണ്ട് സൈഡും ബോഡിക്കൊക്കെ പൊട്ടലൊക്കെ ഉണ്ടായിരുന്നു. ഈ ക്ലോത്ത് സ്റ്റീമറിൽ ഫുൾ ചെളിയൊക്കെയാണ്. ആദ്യം നമുക്ക് ഇത് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കാം. ഇതിന്റെ ഇപ്പോഴത്തെ അവസ്ഥ കണ്ടത് റെഡിയാവുന്ന ഉറപ്പൊന്നുമില്ല, എന്നാലും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇതിൻ്റെ ബോഡിക്ക് രണ്ട് വശങ്ങളിലും നന്നായിട്ട് തന്നെ പൊട്ടൽ വീണിട്ടുണ്ട്. അതെല്ലാം നമുക്കിനി റെഡിയാക്കി എടുക്കണം. മിക്കവാറും ഇതൊക്കെ നിലത്ത് ഇടുമ്പോഴാണ് ഇങ്ങനെ പൊട്ടിപ്പോകുന്നത്. പിന്നെ ഇതിൻ്റെ പവർ കേബിളിലും എലി കട്ട് ചെയ്ത പാട് കാണാം. ആദ്യം നമുക്ക് ഈ സ്റ്റീമർ അഴിക്കണം. അഴിക്കാൻ വേണ്ടി നോക്കിയപ്പോൾ മിക്ക സ്ക്രൂകളും തന്നെ തുരുമ്പെടുത്തിട്ടുണ്ട്. അപ്പോൾ WD-40 അതിലേക്ക് സ്പ്രേ ചെയ്ത ശേഷം നമുക്ക് അഴിക്കാം. അപ്പോൾ മിക്ക സ്ക്രൂകളും തന്നെ അഴിച്ചു. ഒരു സ്ക്രൂ മാത്രം അഴിച്ചില്ല. അത് നമുക്ക് ഡ്രിൽ മെഷീൻ ഉപയോഗിച്ച് ഇങ്ങനെ കട്ട് ചെയ്ത് കളയാം. ആ സ്ക്രൂ തിരിക്കാൻ പറ്റില്ലായിരുന്നു, ഫുള്ള് തന്നെ തുരുമ്പെടുത്ത് പോയായിരുന്നു. അപ്പോൾ സ്ക്രൂകളെല്ലാം അഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് അഴിച്ചെടുക്കാം. അപ്പോൾ ഇതിലേക്ക് വെള്ളം ഒഴിക്കാൻ വേണ്ടിയുള്ള ജാറിൻ്റെ അടിയിലായിട്ടാണ് ഹീറ്റിംഗ് എലമെൻ്റ് ഒക്കെ വരുന്നത്. അതും അഴിച്ചെടുത്തിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. ഇത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളതാണ്. ഇതിൻ്റെ പവർ കേബിളിൻ്റെ പ്ലഗൊക്കെ ആണെങ്കിലും പുറത്തുനിന്ന് ഒന്ന ടൈപ്പാണ്. അപ്പോൾ ഇത് ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ഇതിൻ്റെ പവർ കേബിൾ ഡാമേജ് ആയിട്ടുണ്ട്. അതുകൂടാതെ തന്നെ ഇതിൻ്റെ പവർ കേബിളിൽ നിന്ന് ഹീറ്റിംഗ് എലമെൻറ്റിലേക്ക് കണക്ട് ചെയ്തേക്കണ ലെഗൊക്കെ ഫുള്ള് തുരുമ്പെടുത്ത് പോയിട്ടുണ്ട്. പഴയ കേബിളൊക്കെ നമുക്ക് റിമൂവ് ചെയ്യാം. അതിനുശേഷം പുതിയ കേബിൾ ഇടാം. അതിന് മുമ്പ് നമുക്ക് ഈ തുരുമ്പുകളെല്ലാം നന്നായിട്ട് ക്ലീൻ ചെയ്യണം. ഈ വയർ കണക്ട് ചെയ്തേക്കണ മിക്ക ലെഗുകളും തന്നെ തുരുമ്പെടുത്തിട്ടുണ്ട്. അതെല്ലാം നന്നായിട്ട് തന്നെ ക്ലീൻ ചെയ്യണം. ഞാനിപ്പോൾ അതിലെ തുരുമ്പൊക്കെ എളുപ്പത്തിൽ കളയാൻ വേണ്ടി മിനി ഗ്രൈൻഡിംഗ് മെഷീൻ ഉപയോഗിച്ചാണ് ക്ലീൻ ചെയ്യുന്നത്. അപ്പോൾ 3 പിൻ ടൈപ്പ് വേറൊരു കേബിളും എടുത്തിട്ടുണ്ട്. ഈ കേബിൾ ഇനി നമുക്ക് അതിലേക്ക് കണക്ട് ചെയ്യണം. പുതിയ വയർ കണക്ട് ചെയ്ത ശേഷം നന്നായിട്ട് ഇൻസുലേഷനും ചെയ്യണം. ഇനി ഇതിൻ്റെ ബോഡി രണ്ട് സൈഡും നന്നായിട്ട് തന്നെ പൊട്ടിയിട്ടുണ്ട്. അതെല്ലാം നമുക്ക് ഇനി ഒട്ടിച്ചെടുക്കാം. ഇങ്ങനെ ഒട്ടിക്കുമ്പോൾ നല്ല സ്ട്രോങ് ആയിട്ടിരിക്കാൻ വേണ്ടി ബ്ലേഡിനോ എന്തെങ്കിലും ഇതുപോലെ വര പോലെ ഇട്ട് കൊടുക്കണം. അതിനുശേഷം ഫ്ലെക്സ് കേക്ക് ഉപയോഗിച്ച് ചെറുതായിട്ട് ഒട്ടിക്കണം. അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ബേക്കിംഗ് സോഡയുടെ പൊടി ഇതുപോലെ ഇട്ട് കൊടുത്താൽ മതി. അതിൻ്റെ മുകളിലേക്ക് വീണ്ടും പശ വെച്ച് ഒട്ടിച്ചാൽ കിടിലിനായിട്ട് അവിടെ ഇരുന്നോളും. രണ്ട് സൈഡും ഇതുപോലെ ഒട്ടിച്ചിട്ടുണ്ടെങ്കിൽ വീണ്ടും നമുക്ക് ഫിറ്റ് ചെയ്യാം. ഹീറ്റിംഗ് എലമെൻറ്റിൻ്റെ അടിയിലുള്ള ലെഗയിലെ തുരുമ്പെല്ലാം നന്നായിട്ട് ക്ലീൻ ചെയ്ത ശേഷം വീണ്ടും വയറൊക്കെ കണക്ട് ചെയ്തെടുത്തായിരുന്നു. അപ്പോൾ വീഡിയോ എടുക്കാൻ മറന്നുപോയി. അപ്പോൾ ഇതൊക്കെ നമ്മൾ വീണ്ടും ഫിറ്റ് ചെയ്യുന്ന ടൈമിൽ കുറച്ച് ശ്രദ്ധിച്ച് വേണം. വയറൊന്നും എവിടെയും ഷോർട്ട് ആകാത്ത രീതിക്ക് എല്ലാം ചെക്ക് ചെയ്ത ശേഷം മാത്രമാണ് ഫിറ്റ് ചെയ്യാവുള്ളൂ. അപ്പോൾ എല്ലാം കറക്റ്റായിട്ട് തന്നെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്ക്രൂ ചെയ്ത് ടൈറ്റ് ചെയ്തെടുക്കാം. ഇതിലെ കുറേ സ്ക്രൂ ഒക്കെ തുരുമ്പെടുത്ത് പോയതായിരുന്നു. അതിന് പകരം വേറെ പുതിയ സ്ക്രൂ ആണ് ഇടുന്നത്. ഇനി നമ്മുടെ ക്ലോസ് സ്റ്റീമർ വർക്ക് ചെയ്യേണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ വെള്ളവും ഉള്ളിൽ ഒഴിച്ചിട്ടുണ്ട്. വെള്ളം ഒഴിക്കുന്ന സ്ഥലത്ത് ഒരു ക്യാപ്പും ഇല്ലാണ്ടായിരുന്നു, അത് കിട്ടിയില്ലായിരുന്നു. അതിന് പകരം ബോട്ടിലിൻ്റെ ഒരു കോർക്ക് വെച്ചാണ് അടച്ചത്. പ്ലാസ്റ്റിക്കിൻ്റെ ഒക്കെ വെച്ചാൽ ചിലപ്പോൾ ഉരുകി പോകാൻ ചാൻസ് ഉണ്ട്. ഓൺ ചെയ്തപ്പോൾ അടിപൊളിയായിട്ട് തന്നെ സ്റ്റീം പുറത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ.